ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ ആരംഭിക്കാം. ഇന്ന് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല കേട്ടോ, കാരണം എനിക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിൽ നമ്മുടെ വീഡിയോ മുടക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു പൊട്ടറ്റോ മസാല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തമിഴ്നാട് സ്പെഷ്യലാണിത്. അപ്പോൾ എൻ്റെതായ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല കൂട്ട് റെഡിയാക്കണം. ഞാനിതിന് മുൻപ് പൂണ്ടുകുളമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതായത് വെളുത്തുള്ളിയുടെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. സെയിം മസാല പൗഡർ തന്നെയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഹോൾ പെപ്പർ ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് മൊത്തത്തിലുള്ള പെപ്പറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ഉപയോഗിച്ചാലും മതി കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകം, ക്യുമിൻ സീഡ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഉലുവ 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ തീയിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇതങ്ങ് വറക്കരുത് കേട്ടോ. എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും, പക്ഷെ ഇത് നന്നായിട്ട് റോസ്റ്റായി വരില്ല. അപ്പം എപ്പോഴും ചെറിയ തീയിലിട്ടതിന് ശേഷം നന്നായിട്ട് നല്ലൊരു വാസന വരുന്നത് വരെ ഇതങ്ങ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പൊ ഇതിന്റെ നല്ല വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിനു ശേഷം പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ഞാൻ. അപ്പൊ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് 2 വലിയ പൊട്ടറ്റോ ആണ്. ഉരുളൻകിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്ന പറയാം, ആകെ അങ്ങ് കുഴഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാണ്ട് തന്നെ മസാലയിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ കുറച്ചും കൂടെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. 10 മിനിറ്റ് സ്റ്റീം ചെയ്തപ്പോഴേക്കും ഓവറായി കുക്കായിട്ടില്ല, ഒരു 1/4 ഭാഗത്തിനേക്കാളും കൂടുതൽ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, സവാളയും ചെറിയുള്ളി ഒന്നും ചേർക്കാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് തീ കുറയ്ക്കണം. തീ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരല്പം മുളക് പൊടി ആൻഡ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പേരിന് മാത്രം മതി മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണേ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഞാൻ പൊട്ടറ്റോ കുക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എളുപ്പപ്പണിയാണ്. പിന്നെ ഞാനിപ്പോൾ റെഡിയാക്കിയ പൊടി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ മുളക് പൊടി കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് ഇട്ട് കൊടുത്താൽ മതി. ഇത്തിരി സ്പൈസി ആയാലേ പൊട്ടറ്റോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് പൊടി ചേർക്കണ്ട കേട്ടോ. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കായം ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ കടലപ്പൊടി, ചനയുടെ പൊടിയില്ലേ, കടലമാവ് ചേർത്ത് കൊടുക്കണം. അതാണ് ഒരു ഞാൻ തമിഴ് റെസിപ്പി എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് കടലമാവ് ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. കടലമാവ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുറച്ച് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കായം ചേർക്കരുത് കേട്ടോ. കായം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പരസം വരെ, അത് ശ്രദ്ധിക്കണം. നമ്മളിതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല, തക്കാളി ഇല്ല, സവാള ഇല്ല, ഒന്നുമില്ല. അതൊരു ഈസി പീസി എന്ന് പറയില്ലേ നമ്മൾ, അതുപോലത്തെ ഒരു റോസ്റ്റാണ്. തൈര് സാദം, തക്കാളി സാദം, എല്ലാ സാദത്തിൻ്റെ കൂടെയും ചേരുന്ന ഒരു റെസിപ്പിയാണ്. നോർമൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ചോറും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്ന സാമ്പാർ സാദമായിരുന്നു, അതിൻ്റെ കൂടെ സൂപ്പറായിരുന്നു. ഇവൻ തൈര് സാദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെയും അടിപൊളിയാണ്. ഇന്ന് ഞാൻ കുസ്ക റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുസ്ക റൈസിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്. ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി. അത് നിങ്ങൾക്ക് വലിയ താല്പര്യം തോന്നുന്നില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരുന്നങ്ങ് വഴറ്റി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. കഷ്ണങ്ങളാക്കണമെന്നൊന്നുമില്ല. ഈ പൊട്ടറ്റോ വേവിച്ചതിന് ശേഷം ഒരു ഗ്രേറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് സെയിം റെസിപ്പി ചെയ്യാം. അപ്പം നല്ല ഇങ്ങനെ പൊടി പോലെ ഉണ്ടാവും നമ്മുടെ ഈ പൊട്ടറ്റോ. ഇത് കഷ്ണങ്ങളാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ പൊട്ടറ്റോ നമുക്ക് എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അടച്ചു വെച്ച് വേവിക്കണം. ഇച്ചിരി ഒരു വേവ് കുറവുണ്ട്. ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിലേക്ക് തെളിച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ കടലമാവും കൂടെ കുറച്ചും കൂടെ നന്നായിട്ട് അങ്ങ് കുക്കായിക്കോളും.
ഇത് നമുക്ക് അടച്ച് വയ്ക്കാം കുറച്ച് നേരം. അതിനുശേഷം നമുക്ക് ഉലർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുക്കാവണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മസാല ഒന്നും ഈ പൊട്ടറ്റോയുടെ ഉള്ളിലോട്ട് പോവില്ല. എന്നിട്ട് ഈ തവി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം. ഞാനിനി എണ്ണ ഒഴിക്കുന്നില്ല. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് അങ്ങ് എടുക്കാം. നിങ്ങൾക്ക് മല്ലിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയിൽ ഉപയോഗിക്കാം. ഞാൻ മല്ലിയിലൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ അത്യാവശ്യം നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാൻ മറക്കരുത്. ഉപ്പ് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. പക്ഷെ ഞാൻ ചെറുനാരങ്ങ നീര് കഴിക്കുന്ന നേരത്തെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. അത് വേണമെന്നൊരു നിർബന്ധമില്ല. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ, അല്ലെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയുടെ ഇല തൂങ്ങി അങ്ങ് മിക്സ് ചെയ്തങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഇടയ്ക്കൊന്ന് കടിക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കടലമാവിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കും കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ആ ടേസ്റ്റ് മനസ്സിലായത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് തമിഴ്നാട്ടിലെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. നൊസ്റ്റാൾജിക് റെസിപ്പിയാണിത്. അപ്പോൾ മധുരയിലത്തെ വേറൊരു പൊട്ടറ്റോയുടെ റെസിപ്പി ഉണ്ട്. അത് ഞാൻ ഉടനെ തന്നെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെയും ഏത് സാധനത്തിൻ്റെ കൂടെയും ഈവൻ ചപ്പാത്തിയുടെ കൂടെ പോലും നല്ലതാണ്. പിന്നെ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അതുപോലെ തന്നെ കടലമാവ് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. എപ്പോഴും ഇടുമ്പോൾ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം. എന്നാൽ മാത്രമേ പച്ചമണം മാറുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തേ. അടിപൊളിയുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇരിക്കുന്ന ഓരോ നല്ല ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറും നമ്മുടെ ഈ പൊട്ടറ്റോ. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ അധികം കളറൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലുണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇതാ ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കുസ്ക റൈസ്, പിക്കിള്, റൈത്ത, ഇത് നമ്മുടെ ക്യാബേജും എല്ലാം കൂടി ഇട്ടുള്ളൊരു സാലഡ്. അപ്പോൾ ഒരു പിടിക്കട്ടെ അല്ലേ. കുസ്ക റൈസിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ. പക്ഷെ ഞാൻ പൊട്ടറ്റോ ഉണ്ടാക്കിയ കാരണം അതും കൂടെ കൂട്ടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതലിഷ്ടം പ്ലെയിൻ റൈസും നമ്മുടെ തൈരും ഈ പൊട്ടറ്റോയും കൂടിയിട്ട് സൂപ്പറാണ്. അതുപോലെ തന്നെ എല്ലാ സാധനത്തിൻ്റെ കൂടെയും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.